ഒരുപാട് സന്തോഷത്തോടെ ഒത്തിരി സ്നേഹത്തോടെ ഇടുക്കി ചില്ലീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിപ്പോൾ ഉള്ളത് ശരിക്കും കട്ടപ്പനയാണ്. കട്ടപ്പനയ്ക്ക് അടുത്തുള്ള ശരിക്കും നിർമ്മല സിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്ററോളം നമ്മൾ കയറി പോന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ കട്ടപ്പന അടുത്തുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ട് ഒരുപാട് നാളുകളായിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ആ കൂടെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് ഓളാക്കി വെക്കുകയും ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ അടുത്തേ കട്ടപ്പനയ്ക്ക് ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി പോകുന്ന വഴി എന്ന് പറയുന്നത്, കാഴ്ചകൾ കാണാൻ വേണ്ടി പോകുന്ന വഴി എന്ന് പറയുന്നത് ഇതിലൂടെയാണ്. ഇവിടെ ലോക്കൊക്കെ ചെയ്തിട്ടാണ് വാഹനം കൊണ്ടൊക്കെ നിലവിൽ കയറി പോകാതിരിക്കാൻ വേണ്ടി. ശരിക്കും ഈ വഴി കൂടെ ആയിരുന്നു നമുക്ക് പോകേണ്ടത്, അതും ലോക്ക്ഡാണ്. അപ്പോൾ പൂട്ടിയിട്ടിരിക്കുന്ന ഗേറ്റൊക്കെ നമ്മൾ കാണുന്നിട്ട് നമ്മൾ മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പോകുന്ന വഴി ഞാനൊന്നും ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ മലയുടെ പുറത്ത് ചെന്ന് കഴിയുമ്പോൾ ആളുകളൊക്കെ അവിടെ ഒരുപക്ഷെ കാണും. കുറച്ചു നേരം കഴിയുമ്പോൾ ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കൂട്ടുകാരെ, നമ്മൾ കയറി പോകുന്ന വഴി കണ്ടോ, ഇതുപോലുള്ള വഴിയാട്ടോ. ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏതായാലും കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി നമ്മളൊന്ന് കടന്നു പോകുന്നല്ലോ. നല്ല കയറ്റമാണ്, മതിയായ കയറ്റമാണ്. അപ്പോൾ എനിക്ക് ഈ സൈസുള്ള വഴി കൂടെയൊക്കെ വാഹനങ്ങൾ ഓടിച്ചു പോകാൻ വേണ്ടി വളരെ ക്രേസിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആസ്വദിച്ച് വാഹനം കൊണ്ടൊക്കെ ഇങ്ങനെ ഓടിച്ചു പോകുന്ന ഒരു വഴിയാണ്. ഫോൺ ഉപയോഗിച്ചാണ് ഷൂട്ടിംഗ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് റോഡൊന്നും നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അധികം താമസിക്കാതെ നമ്മുടെ കയ്യിലൊരു ക്യാമറ ഒക്കെ വന്നാൽ ഉറപ്പായിട്ടും ഓഫ് റോഡൊക്കെ ചെയ്ത വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. എന്നാലും നല്ല മടുപ്പാണ്, കുത്തനെയുള്ള കയറ്റങ്ങളാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ പുറകിൽ നിൽക്കുന്ന ചേച്ചി കണ്ടോ, ആ ചേച്ചിയോട് ഞാനിങ്ങനെ ചോദിച്ചു, ചേച്ചി ഇനിയും കയറി പോകണമെന്ന് ഞാൻ ചോദിച്ചു. ചേച്ചി പറഞ്ഞ് കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞേ. സത്യത്തിൽ ഞാൻ കയറ്റം കയറി നന്നായിട്ട് മടുക്കുകയും ചെയ്തു. വഴി നല്ല ചരള കേട്ടോ. മാത്രമല്ല നമ്മളിങ്ങനെ കയറി വരുന്തോറും അടിപൊളി കാഴ്ചകളാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതെ, ഹായ്, ടാറ്റോ എടുത്തോളാം കേട്ടോ. നമുക്ക് ടാറ്റോ ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ചേട്ടനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചേട്ടാ പേരെന്ന് പറഞ്ഞേ? ജോബി. അപ്പോൾ ഈ ചേട്ടന് ഇവിടെ നോക്കുന്ന ഒരാളാണ്, ഇവിടുത്തെ പണികളും കാര്യങ്ങളൊക്കെ. ചേട്ടാ, ഇതിങ്ങനെ ഈ ഫാൻ സ്റ്റെക്കായി കറങ്ങുന്ന ഈ വീട് സ്റ്റെക്കായി കിടക്കാൻ തുടങ്ങിയിട്ട് ആൾക്കാർ കയറി ഇതായതാണ്, ആളുകൾ കയറി നശിപ്പിച്ചതാണ്. ഇനി അത് വീണ്ടും കറങ്ങാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ടോ? ആളുകൾക്ക് വീണ്ടും നശിപ്പിക്കണ്ടേ? ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു ടിക്കറ്റ് ഒക്കെ വെച്ച് ക്രമീകരിക്കണമെന്നേ. അപ്പോൾ ആളുകൾ നശിപ്പിക്കാതെ ഇവിടെ സപ്പോർട്ട് ചെയ്യും. ഇതിലേക്ക് വരുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും ഇവിടെ നല്ല രീതിയിൽ തേയില കൃഷിയൊക്കെ ചെയ്ത് ഒരുപാട് ഫ്രൂട്ട്സുകളൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടോ ഇതൊക്കെ ഫ്രൂട്ട്സിൻ്റെ തൈയാണ്. എനിക്ക് തോന്നുന്നു ഓറഞ്ചാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഇപ്പം അതൊക്കെ സംരക്ഷിക്കാതെ കിടന്ന് പോയിരിക്കുകയാണ്. എന്നാണെങ്കിലും ഇവിടെ വരുന്ന ആളുകൾ നമ്മുടെ പുറയിലുള്ള ആ കറങ്ങുന്ന വീടിൻ്റെ ടോപ്പിൽ കയറി നിന്നിട്ട് അതൊന്ന് കറക്കാൻ വേണ്ടി ശ്രമിച്ച്, എന്താണെങ്കിലും കാറ്റത്ത് കറക്കേണ്ട സാധനമാണ്. അപ്പോൾ ആളുകൾ 4 കോണിന് നിന്ന് ഇത് കറക്കി എന്താണെങ്കിലും ഇപ്പോൾ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ഒരു മേഖല സംഭവമായിട്ടാണ് നമുക്കിപ്പോൾ കാണുന്നത്. ആണെങ്കിലും ഇവരിവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ബാക്കിലുണ്ടോ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ടിക്കറ്റൊക്കെ വെച്ച് ആളുകൾക്ക് വന്ന് കാഴ്ചകൾ കാണാവുന്ന രീതിയിലൊക്കെ ഒരു പക്ഷേ ആകാനുള്ളൊരു സാധ്യതയുണ്ട് ഭാവിയിലേക്ക്. എന്നാലും വളരെ സങ്കടം തോന്നുന്നു കേട്ടോ. ആളുകളൊക്കെ കയറിയിട്ട് ഇത്ര നല്ല കറങ്ങുന്ന വീടിൻ്റെ മേളിൽ കയറിയിട്ടുണ്ടല്ലോ. ആളുകൾ ഇത് കറക്കാൻ വേണ്ടി ശ്രമിക്കും. ഇത് ശരിക്കും കാറ്റത്താണ് കറങ്ങേണ്ടത് കേട്ടോ. കാറ്റത്ത് കറങ്ങേണ്ട ഈ സാധനം കറങ്ങാതെ വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കാറ്റില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ 4 മൂലയ്ക്ക് നിന്ന് ഒന്ന് കറക്കാനൊക്കെ ശ്രമിച്ചു കണ്ടോ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അകത്ത് വയറിങ് സ്റ്റെക്കായി പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ആ വീടിൻ്റെ പൊക്കത്തൊന്ന് കയറിയാണ്. വെറുതെ അല്ല കാരണം നമ്മൾ ഒന്ന് കയറിയിട്ട് അവിടുന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചകൾ കണ്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഞാനും ഇങ്ങനെ നിന്ന് താഴത്തെ കാഴ്ചകൾ ഇങ്ങനെ കാണുകയാണ്. ശരിക്കും മുകളിലുള്ള സൂര്യൻ ചേർന്ന് അങ്ങനെ താഴേക്ക് കാർമേഘങ്ങൾക്കുള്ളിലേക്ക് ഇങ്ങനെ അസ്തമിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് താഴെയുള്ള അഞ്ചുരുളി ജലാശയത്തിൻ്റെ, അതായത് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ വെള്ളം കയറി കിടക്കുന്ന ആ കാഴ്ചകളൊക്കെ നമുക്ക് മനോഹരമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ചുറ്റുമുള്ള പുൽമേടുകൾ ഇപ്പം മഴയൊക്കെ കഴിഞ്ഞുകൊണ്ട് അത്യാവശ്യം പുൽനാമ്പുകളൊക്കെ നല്ല തളിരില ഇട്ടൊക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്രീനിഷ് ആയിട്ടുള്ളൊരു കളറാണ് നമ്മുടെ
ചുറ്റുമുള്ള പുൽമേടിനൊക്കെ. എന്താണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ കറങ്ങുന്ന വീടിൻ്റെ ടോപ്പിൽ കയറി നിന്നാൽ നമുക്ക് സമ്മാനിക്കുന്നത്. പക്ഷേ നമുക്കിത് കറങ്ങാൻ ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. എന്നാലും ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ട് ഇത് അങ്ങറ്റം വരെ നമുക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇത് ഈ സൈഡിലുണ്ടല്ലോ, അവിടെ ഒരു മലയുടെ ടോപ്പും ഉണ്ട്, ഒരു ചെറിയ മല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, അവിടെ വരെ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. കൂട്ടുകാരെ, ആദ്യം നമ്മൾ പറഞ്ഞ ആ മലയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ശരിക്കും കാടൊക്കെയാണ്, ഇതിൻ്റെ ഉള്ളിൽക്കിടെ നമ്മൾ ഇങ്ങനെ കയറി നമുക്ക് പോകണം. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ആ കാണുന്ന കുന്നൊക്കെ കയറി ഇറങ്ങിയിട്ട് വേണം അതിൻ്റെ ടോപ്പിലേക്ക് എത്താൻ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കട്ടപ്പന ടൗണിൻ്റെ ഒരു വ്യൂ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. എന്തായാലും അങ്ങനെ നമ്മൾ നടന്ന് ആ മലയുടെ ഏറ്റവും അടുത്ത് എത്താറായിട്ടുണ്ട്. എൻ്റെ പുറയിൽ നിങ്ങൾ കണ്ടോ ആ വീടും അതുപോലെ കറങ്ങുന്ന വീടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അക്കരെ സൈഡെല്ലാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് രാമക്കൽമേട് കാറ്റാടി യന്ത്രം കറങ്ങുന്ന കാഴ്ചകൾ അതിഗംഭീരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ കൂട്ടുകാരെ, ഏകദേശം നമ്മൾ ആ മലയുടെ ടോപ്പിലേക്ക് നമ്മൾ എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്നാൽ നല്ല തണുതണുപ്പം കാറ്റാണ് നമുക്ക് അനുഭവിക്കുന്നത്. അതും നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ജലാശയത്തിനുള്ളിൽ നിന്ന് ആ മലയുടെ പൊക്കത്തേക്ക് തഴുകി ഉണർത്തിക്കൊണ്ട് അവിടെയുള്ള പുൽനാമ്പുകളെയൊക്കെ തഴുകി ഉണർത്തിക്കൊണ്ട് വരുന്ന ആ കാറ്റുണ്ടല്ലോ, ആ കാറ്റൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു അടിപൊളി സംഭവം തന്നെയാണ്. ചിറ്റീൻ്റെ ഒരു മനോഹര കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെയൊക്കെ വീട്ടിലെ പുല്ലൊക്കെ ഉണ്ടാക്കുന്ന ചിറ്റീന്താണത്. അവിടുന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോയാൽ അഗാധമായ ഒരു കുഴിയിലേക്കാണ് ഇവിടുന്ന് പോകുന്നത്. എന്തായാലും അതിൻ്റെ അടുത്ത് വരെ ഒന്ന് പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അഗാധമായ ഒരു കുഴി ആയതുകൊണ്ട് തന്നെ ശരിക്കും ഡേഞ്ചറൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. താഴെയുള്ള താഴ്വാരങ്ങളിലുള്ള വീടുകളൊക്കെ അതിഗംഭീരമായിട്ട് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. മാത്രമല്ല അഞ്ചുരുളി ജലാശയത്തിൻ്റെ ആ വിദൂര കാഴ്ച കണ്ടോ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. അതോടൊപ്പം മലനിരകളുടെ ഒരു സുന്ദര ദൃശ്യം അത് നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അങ്ങനെ മടുത്തു കൂട്ടുകാരെ, ശരിക്കും മടുത്തു. ആ മലയുടെ ടോപ്പിലേക്ക് നമ്മൾ ഏകദേശം എത്തി. താഴെ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത് കേട്ടോ. ഓ പൊളി 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 അടിപൊളി. അങ്ങനെ നമ്മൾ ഏറ്റവും താഴെ കണ്ട ആ പാറയുടെ ടോപ്പിലാണ് ഇപ്പോൾ നമ്മൾ കയറി നിൽക്കുന്നത് കേട്ടോ. ഇവിടുന്ന് അടിപൊളിയായിട്ട് ആ താഴ്ഭാഗത്തുള്ള കാഴ്ചകൾ നമുക്ക് ഗംഭീരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിത് ഈ ടോപ്പിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളുണ്ടോ. അതേ നിർമ്മല സിറ്റി, അതുപോലെ വെള്ളയാംകുടി പള്ളി, ഇതേ അങ്ങറ്റത്ത് കാണുന്ന കട്ടപ്പന ടൗണിൻ്റെ ഒരു കാഴ്ചകൾ. എത്ര ഗംഭീരമായിട്ടുള്ള കാഴ്ചയെന്ന് നോക്കിയേ. ഒരുപാട് ബിൽഡിങ്ങുകളോ സ്കൂളുകൾ കോളേജുകളൊക്കെ നമുക്ക് അതിഗംഭീരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കറങ്ങുന്ന വീടിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് നിന്നപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ടു. നല്ല പുല്ലാങ്കുഴലിൻ്റെ ഒരു ശബ്ദമാണ് കേട്ടത്. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ച് ഈ മേഖല എല്ലാം തപ്പി തടഞ്ഞു നിന്ന് കഴിഞ്ഞപ്പോഴത്തേ ഒരാൾ ഇവിടെ വന്ന് ഇടുക്കി ജലാശയത്തിൻ്റെ കരയിൽ നിന്നിട്ട് ഒരാൾ പുല്ലാങ്കുഴൽ വായിക്കണം. പേരെന്ന് പറഞ്ഞേ? ജോയൽ ബൈജു. വീട് എവിടെയാണ്? ഇടുക്കി കട്ടപ്പന. ഇടുക്കി കവല അല്ലേ. അപ്പോൾ ജോയൽ ബൈജു ശരിക്കും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഇടുക്കി ജലാശയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഒരു പുല്ലാങ്കുഴൽ വായിച്ചതാണ് കേട്ടോ.
താങ്ക് യു താങ്ക് യു. താങ്ക് യു താങ്ക് യു. എന്നാലും അടിപൊളി കാഴ്ചകളാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓളാക്കി വെക്കണം. അപ്പം നമ്മളിടുന്ന വീഡിയോയുടെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപടാന്ന് കിട്ടും. മാത്രമല്ല കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യുവാനും ആരും മറക്കരുത്. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.